എക്സാംസ് എപ്പോഴും ഒരു അക്കാഡമിക് ഫൈറ്റ് മാത്രമല്ലല്ലോ. ഇവിടെ വരുന്നൊരു കുട്ടി ഒരു ബിഗിനർ ലെവൽ ആണെങ്കിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലാണ് ഇവിടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ പരീക്ഷ വരണം എന്നില്ലല്ലോ, നമ്മൾ ചെയ്യുന്ന ടൈമൊക്കെ അനുസരിച്ചിരിക്കും. എഫക്റ്റീവായിട്ട് അത് ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളാണ് പലപ്പോഴും റാങ്കുകളിലെ വേരിയേഷൻ ഉണ്ടാക്കുന്നത്. എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കൺഗ്രാജുലേഷൻസ്, SSC എക്സാം ക്ലിയർ ചെയ്തതിൽ. ആദ്യമായി ഒന്ന് സ്വയമായി ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് അഭിനവ്, ഞാൻ തൊടുപുഴ അടുത്ത് മയിലക്കുമ്പ് എന്ന് വരുന്നു. എന്ത് പോസ്റ്റിലാണ് ജോലിക്ക് കയറാൻ പോകുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റാണ്. അത് ഗ്രൂപ്പ് B ലെവൽ 6 പോസ്റ്റാണ്. അതിനകത്ത് നമുക്കറിയാം സെൻട്രൽ എക്സൈസ് അഥവാ GST നമ്മൾ പറയുന്നതുണ്ട്, ഒപ്പം കസ്റ്റംസിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിലേക്കുള്ള ഒരു കമ്പൈൻഡ് പോസ്റ്റിംഗ് എന്ന രീതിയിലാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വരുന്നത്. അത് ഏതാണെന്നുള്ളത് പിന്നീട് നമ്മുടെ സോണൽ പ്രിഫറൻസ് ഒക്കെ അനുസരിച്ചാണ് പിന്നീട് തീരുമാനമാകുന്നത്. ഡിഗ്രി എന്താണ് ചെയ്തത്? ഏതൊരു ഡിഗ്രി ചെയ്ത ആൾക്കും ഈ SSC കോച്ചിങ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഡിഗ്രിയും PGയും ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എഴുതിയ എക്സാംസിൻ്റെ പോലും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് സ്ട്രീമാണ് എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതുപോലെ തന്നെ SSCക്ക് +2 ലെവലായിട്ടുള്ള എക്സാംസും ഉണ്ട്, 10th ലെവലായിട്ടുള്ള എക്സാംസും ഉണ്ട്. ഡിഗ്രി പോലും ആക്ച്വലി ഒരു ബാരിയർ അല്ല. കരിയർ ഹൈറ്റ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര നാൾ SSC പ്രിപ്പറേഷന് വേണ്ടി പഠിച്ചു? എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിഞ്ഞത്? ഞാൻ PG പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ്, അദ്ദേഹം ഏർലി പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹമാണ് ഇവിടുത്തെ ഡയറക്ടർ ടോമി ചെറിയൻ സാർ എന്ന് പറയുന്നത്. SSCനെ കുറിച്ച് കേട്ടതിനൊപ്പം തന്നെ സാർ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു എന്നതിനെ പറ്റിയിട്ട് കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് കരിയർ ഹെഡ്സിലേക്ക് മെയിൻലി എത്തുന്നത്. നമ്മുടെ കോച്ചിങ് പറയുന്നത് പ്രധാനമായിട്ടും 10 മന്ത് ഇൻറ്റഗ്രേറ്റഡ് കോച്ചിങ് എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടരാം. കാരണം നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ പരീക്ഷ വരണം എന്നില്ലല്ലോ, നമ്മൾ ചെയ്യുന്ന ടൈമൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഞാൻ 2024 PG കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2025 ജൂലൈ വരെ കോച്ചിങ് ഉണ്ടായിരുന്നു. പിന്നീട് ഹോസ്റ്റലിലായിട്ടും 2 മാസം കൂടെ തുടർന്നു. ബേസിക്കലി ഇപ്പം എല്ലാം കൂടെ കൂട്ടിയിപ്പം 2 ഇയേഴ്സോളം ആയിട്ടുണ്ട്, എക്സാംസും കോച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ട്. ഇപ്പോൾ SSC പ്രിപ്പറേഷന് ഏതൊക്കെ സബ്ജക്റ്റിലാണ് നമുക്ക് വരുന്നത്? ഒരു ദിവസം എത്ര സമയം ഓരോ സബ്ജക്റ്റിലും പഠിക്കണം? അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നോ? ടൈം ടേബിൾ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആണല്ലോ. SSCയിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റിലാണ് SSCയുടെ എക്സാംസ് എല്ലാം തന്നെ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് എക്സാംസും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്കിവിടെ രാവിലെ 9 to 3 ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഒരു 30 to 40 മിനിറ്റ്സോളം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. SSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കരിയർ ഹൈറ്റ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അവിടുത്തെ ടീച്ചർമാരും സ്റ്റാഫുകളൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് പ്രധാനമായിട്ട് അവരൊരു അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല, മറിച്ച് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൂടി തരുന്നുണ്ട്. ഈ എക്സാംസ് എപ്പോഴും ഒരു അക്കാഡമിക് ഫൈറ്റ് മാത്രമല്ലല്ലോ, ഇതൊരു പ്രോസസ്സാണ്. അതിൽ നമുക്കിപ്പോഴും സപ്പോർട്ടായിട്ടൊരു ഫാക്കൽറ്റി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. നമ്മളിങ്ങനെ എക്സാംസിൻ്റെ അവസാനം ഘട്ടമാകുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്. അപ്പോൾ അവർ തരുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, മുമ്പോട്ട് ഇനിയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അവരോട് എപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കും. അതിനൊപ്പം അവർ പഠിപ്പിക്കുന്ന രീതികൾ, അവർ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, പലപ്പോഴും എക്സാംസ് എന്ന് പറയുന്നത് വെറുതെ കുറേ എന്നുള്ള മാത്രമല്ല, എഫക്റ്റീവായിട്ട് അത് ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഒരുപാട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനറലി കണ്ടുവരുന്നത് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സബ്ജക്ട് ആൾക്കാർക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അവിടെ നമുക്കിപ്പോൾ ഇവിടെ തന്നെ മാത്സിന് ഒന്നിലധികം ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ അവരാണ് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ബേസിക് കാൽക്കുലേഷൻ തൊട്ട് ഇങ്ങോട്ട് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിലെ പല വിഷയങ്ങൾ. ഒന്ന്, അവർ നമുക്ക് പല ഹാൻഡ് ഔട്ടുകൾ തരുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്കിന് തന്നെ പല ആസ്പെക്ട്സ് കവർ ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് ഔട്ടുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ട് ഓരോ വിഷയങ്ങൾ പഠിച്ച് വരുന്നത്. ഒന്ന് അവർ പഠിപ്പിക്കുന്നത്, പ്ലസ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പഠിപ്പിക്കുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ആർക്കും നമുക്ക് മാത്സ് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും പലർക്കും ഈ പറയുന്ന മാത്സിനെ കുറിച്ചൊരു ഭയം ഭയങ്കര കട്ടിയാണെന്നുള്ളതാണ്. പക്ഷേ SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം തന്നെ ഒരു ബേസിക് 10th ലെവൽ മാത്സിലാണ് പോകുന്നത്. അത് ആരെയും കൊണ്ടും പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്തെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ ഉള്ളൂ. മാത്തമാറ്റിക്സ് പോലെ തന്നെ എല്ലാവർക്കും കുറച്ച് സംശയമുള്ളൊരു വിഷയമാണ് ജനറൽ നോളജ്. അതിൻ്റെ ഏരിയകൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാമോ? ജനറൽ നോളജിന് ഇപ്പം ഒരുപാട് ഏരിയസ് ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി ഉണ്ട്. പിന്നെ സയൻസ് വിഷയങ്ങളുടെ ഉണ്ട്. ഒപ്പം എക്കണോമിക്സ്. പിന്നെ ടയർ 2 എക്സാംസിലാണ് കമ്പ്യൂട്ടർ സെപ്പറേറ്റ് പേപ്പറായിട്ട് കയറി വരുന്നത്. അതിനൊക്കെ നമുക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സുകളുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സൈഡായിട്ട് നമ്മളൊരു മെറ്റീരിയൽ വെച്ച് അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. അത് ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആദ്യം ഏത് മെറ്റീരിയൽ വേണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു 2 pronged ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് മൊത്തം കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളുടെ ഇമ്പോർട്ടൻസ്, മാത്സിനൊക്കെ ഇമ്പോർട്ടൻസിനെ പറ്റി എല്ലാവരും എടുത്ത് പറയുമ്പോഴും റാങ്ക് ഡിറ്റർമിനിങ് GK ആണ്. കാരണം പൊതുവെ ആൾക്കാർക്ക് മാർക്ക് കുറച്ച് കിട്ടുന്നൊരു മേഖല GK ആണ്. ഞാൻ ഈ പറഞ്ഞ മേഖലകളിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ടങ്ങ് പോവുക എന്നുള്ളതാണ് പലപ്പോഴും റാങ്കുകളിലെ വേരിയേഷൻ ഉണ്ടാക്കുന്നത്.
SSC എക്സാമിന് 2 ടയർ ഉണ്ടല്ലോ, അതിൽ സെക്കൻഡ് ടയറിലാണ് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നത്. അതിൽ ടൈപ്പിംഗ് ടെസ്റ്റ്, കരിയർ ഹൈറ്റ്സ് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? ഇവിടെ വരുന്നൊരു കുട്ടി ഒരു ബിഗിനർ ലെവലാണെങ്കിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലാണ് ഇവിടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം ടൈപ്പ് റൈറ്റേഴ്സ് ഉണ്ട് പ്രധാനമായിട്ടും. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ പുതിയതായിട്ട് വരുന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഹാൻഡൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് ഡെസിഗ്നേറ്റഡ് ലാബുകളുണ്ട്. ആ ലാബുകളിലാണ് മറ്റ് പ്രോഗ്രാംസ് ഒക്കെ വെച്ച് നമ്മൾ ടൈപ്പിംഗ് ടെസ്റ്റ് പഠിക്കുന്നത്. രണ്ടിടത്തും നമുക്ക് സ്റ്റാഫുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 2 രീതിയിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് സുഖമായിട്ടൊരു നമ്മുടെ കോഴ്സിൻ്റെ പകുതി ഡ്യൂറേഷൻ കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. ഇപ്പോൾ SSC എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ഞാൻ പറയും മോക്ക് ടെസ്റ്റ് ആണെന്ന് പറയും. കാരണം അത് പൊതുവെ ടീച്ചേഴ്സും എല്ലാവരും അഗ്രി ചെയ്യുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളത് എന്തോരം പഠിച്ചു എന്നുള്ളതല്ലല്ലോ, അവസാനം നമ്മളുടെ എക്സാമിലേക്ക് വരുമ്പം ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിക്കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഈസി സിമുലേറ്ററാണ് ശരിക്കും മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും പറയും നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, മോക്ക് ടെസ്റ്റിലൂടെ എഴുതി പഠിക്കണം, അപ്പോഴേ നമുക്ക് ആ എക്സാമിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. കാരണം എക്സാമിൻ്റെ രീതിയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്ക് വരുന്ന പരീക്ഷകൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു പരീക്ഷ ലൈവായിട്ട് എഴുതുമ്പോൾ ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രഷറുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സാധനമാണ് മോക്ക് ടെസ്റ്റ്. കറക്റ്റായിട്ട് റീകോൾ ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വളരെ ധൈര്യത്തോടു കൂടിയിട്ട് വരിക, ആ ടൈം ബാലൻസ് ചെയ്ത് വരിക. അതിനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടൂളാണ് ശരിക്കും മോക്ക് ടെസ്റ്റ്. ഒരു എക്സാം ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ഐ വുഡ് സേ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ സംഭവങ്ങളെയും റിഫൈൻ ചെയ്ത് ഒരു എക്സാമിൻ്റെ ഒരു പാക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സംഭവം ഒരു മോക്ക് ടെസ്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് SSC പ്രിപ്പറേഷനെ പറ്റി സംസാരിച്ച അതിന് ഒരുപാട് നന്ദി. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.